അതായത് അന്നേ വരെ സാത്താൻ എന്താണെന്ന് അറിയാമോ? എന്നെ നോക്കി ഇങ്ങനെ അധികാരത്തോട് പറയുമായിരുന്നു, ഇവൻ പാപിയാണ്, ദൈവത്തിന്റെ കോടതി മുമ്പിൽ ഇവൻ എന്നോട് കൂടെ നരകാഗ്നിയിലേക്ക് വരുവാൻ യോഗ്യനാണ്. എന്താണ് പ്രിയപ്പെട്ടത്? യേശുക്രിസ്തുള്ള സ്വാതന്ത്ര്യം അറിയാമോ? ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലെങ്കിൽ അബ്രഹാം ഉൾപ്പെടെയുള്ളവരോട് സാത്താൻ നോക്കി പറയുമായിരുന്നു, ദൈവം നീതിമാനായതുകൊണ്ട് അവന്റെ നിയമത്തെ മാറ്റത്തില്ലായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള നിന്റെ നിയമത്തിന് മുമ്പിൽ അബ്രഹാമും വിജയൻ എന്ന് പറഞ്ഞ ഞാനും നിങ്ങൾ ഓരോരുത്തരും പാപമുള്ള കുറ്റക്കാരായതുകൊണ്ട് ദൈവമേ ഇവരെ നീ നരകാഗ്നിയിലേക്ക് എന്നോട് കൂടെ വിടണമെന്ന് പറയുമ്പോൾ ദൈവം അതിന് തയ്യാറാകുമായിരുന്നു. കാരണം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണം. ദൈവം നീതിമാനായതുകൊണ്ട് എന്നോടോ നിന്നോടോ അവന് മുഖപക്ഷവുമില്ല. അപ്പോൾ നോക്കുവിന് യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്നറിയാമോ? നാം മാനസാന്തരപ്പെട്ടവൻ വിശ്വസിക്കുമ്പോൾ അവന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം നേടുമ്പോൾ പ്രിയപ്പെട്ട സാത്താനിനി നമ്മളെ പറ്റി ദൈവത്തിന്റെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ ഇവനെ നരകത്തിലേക്ക് വിടണമെന്ന് പറയാൻ ഒരു സോഴ്സുമില്ല. കാരണം എന്താണ്? നമ്മളിൽ പാപം മായ്ക്കപ്പെട്ടിരിക്കുന്നു. ആ പാപമോചനം അത്രേ ഞാൻ പറയുന്നത്. അങ്ങനെയാണ് സാത്താന്റെ അധികാരങ്ങൾ തകർന്നു പോയത്. അങ്ങനെയാണ് സാത്താന്റെ ഇഷ്ടങ്ങൾ തകർന്നു പോയത്. അങ്ങനെയാണ് സാത്താൻ എന്റെ മേലുള്ള അധികാരം ഈ ക്രൂശിൽ വെച്ച് എന്റെ പാപക്കറ മായ്ച്ചത് കൊണ്ടാണ് സാത്താൻ എന്റെ മേലുള്ള അധികാരം മാറിപ്പോയത്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് ചിന്തിച്ച് അതിന്റെ വെളിപ്പാട് കണ്ടെത്തിക്കൊള്ളുവിന്. അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ കേൾക്കണമെങ്കിൽ എന്നോട് ചോദിപ്പിൻ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പഠിപ്പിച്ചു തരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്.